പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗ്രേസ് ആന്റണിയില്ലേ ഹാപ്പി വെഡിങ് സിനിമയിലെ ആ റാഗിങ് സീനൊക്കെ എന്ത് രസമല്ലേ. ജോസ്റ്റാനെ ഇഷ്ടമായോ? അതായത് ഉത്തമ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഗ്രേസ് ആന്റണിയുടെ ചാനലില് ക്ലേ ആർട്ട് മിററിൽ ചെയ്ത ക്ലേ ആർട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഒരു കുപ്പിയൊക്കെ തപ്പി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ക്രിസ്മസിന് വൈൻ കിട്ടുന്ന കുപ്പി. അങ്ങനെ കുപ്പിയിൽ എന്റെയിലും കുറച്ച് ക്ലേ ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഒരു ക്ലേ ആർട്ട് കുപ്പിയിൽ പരീക്ഷിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ. വെറുതെ ഒരു രസം, അത്രേ ഉള്ളൂ. 18 വർഷത്തോളം പഴക്കമുള്ള, ചിലപ്പോൾ അതിലും കൂടുതലാണെങ്കിലേ ഉള്ളൂ. എൻ്റെ ഒരു ഓർമ്മ വെച്ച് പറയുന്നതാണ്. അമ്മച്ചിയുടെ മെഷീനാണ് കേട്ടോ. അമ്മച്ചി ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാനാണ്. ഈ തയ്യെല്ലാം നേരേവോ പണികളൊക്കെ ഞാൻ തന്നെ ചെയ്യും. അതായത് ഇതുപോലെ ഷോളിൽ ലേസ് പിടിപ്പിക്കുക, ചുരിദാർ ഷേപ്പ് ചെയ്യുക, അരികു മൂലയൊക്കെ അടിച്ചു കൊടുക്കുക, അങ്ങനത്തെ പണികളൊക്കെ. ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ, ഈ ലേസും നൂലും അതുപോലെ തന്നെ എന്താ പറയുന്ന ബീഡ്സ് ഒക്കെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് തയ്യൽ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. തയ്യൽ കടയെന്ന് വെച്ചാൽ തയ്യലിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ശരിക്കും ഞാൻ തയ്യൽ പഠിക്കുവാണെങ്കിൽ ചില കൊട്ടേഷൻകാരോടൊക്കെ പറയണ പോലെ പറയേണ്ടി വരും. നീ കൈ വെട്ടിക്കോ, ഞാൻ വന്നിട്ട് കഴുത്ത് വെട്ടാന്ന്. അതായത് എനിക്ക് തയ്ക്കാനല്ലേ അറിയത്തുള്ളൂ, വെട്ടാൻ അറിയത്തില്ലെന്നേ. ഇതിപ്പോ ഞായറാഴ്ച പള്ളിയിൽ ഇടാനായിട്ട് നമ്മുടെ ആ ടോപ്പ് സീരീസിൽ വാങ്ങിച്ച ഒരു ടോപ്പ് ഷേപ്പ് ചെയ്യണമായിരുന്നു. പിന്നെ അതിനിടാനായിട്ട് ഒരു വൈറ്റ് ഷോളിൽ ലേസും പിടിപ്പിക്കണമായിരുന്നു. അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അമ്മച്ചി ചായ ഇട്ടുകൊണ്ട് തന്നു. അതൊക്കെ കുടിച്ചു. ഞാനിങ്ങനെ ലേസ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിപ്പോൾ രണ്ടറ്റത്ത് മാത്രമേ ഈ ഷോളിന്റെ ലേസ് പിടിപ്പിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ തങ്കപ്പെട്ട ഈ തയ്യൽ മെഷീൻ എനിക്ക് പണി തരാറുണ്ട്. ഇതിന്റെ ബെൽറ്റ് പൊട്ടും, അല്ലെങ്കിൽ ബെൽറ്റ് ലൂസാവും, പിന്നെ അല്ലെങ്കിൽ നൂല് പൊട്ടും. എന്താ ഗുണമെന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന കാര്യങ്ങളെങ്കിലും ചെയ്തെടുത്താലും അത്രേ ആയല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന ഷോളിൽ ഇതുപോലെ ചെറിയ ലേസ് പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും, ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പോകത്തില്ല. ശരിക്കും നല്ല അടിപൊളിയായിട്ട് തയ്ക്കാനൊക്കെ അറിയാമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. ഇങ്ങനെ കൊതി പിടിച്ചിരിക്കാതെ മടിച്ചിട്ടൊന്ന് ശ്രമിച്ചുകൂടെ എന്നാണ് എന്റെ തലച്ചോറ് ഇപ്പം പറയുന്നത്. പണ്ടെനിലെ ആർട്ടിസ്റ്റ് ബേബി ഉണരുമ്പോൾ ഞാനിങ്ങനെ വലിയ വലിയ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. വരപ്പ് മാത്രമല്ല എഴുതുകയും ചെയ്യുമായിരുന്നു. ഈ വരയ്ക്കുന്നതും എഴുതുന്നതും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും എന്തോ ഇതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ പൊട്ടും പൊടിയും പോലത്തെ എല്ലാ കഴിവുകളും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒന്നിലോട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. വീഡിയോ ഉണ്ടാക്കുക, അപ്ലോഡ് ചെയ്യാം, ഇത് തന്നെയാണ് ഇപ്പൊ ആൾക്കൂടെ ചെയ്യുന്ന ഒരു ഹോബി എന്ന് പറയാം. തയ്ക്കാനായിട്ട് ഇരുന്നപ്പം അപ്പുറത്ത് ബുക്ക് ഷെൽഫിൽ ഇരുന്ന ഒരു ഡയറിയിൽ കണ്ണുടക്കി അത് പൊക്കിയെടുത്ത് പൊടിയൊക്കെ തുടച്ച് നോക്കിയപ്പോഴത്തേക്കാണ് ഇത്തരത്തിലുള്ള എന്റെ സിദ്ധികളെ കുറിച്ച് ഞാൻ ഓർക്കുന്നത്. ഈ ടോപ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 700 എത്രയോ സംതിങ് ആണ് കേട്ടോ റേറ്റ്. കുഞ്ഞ കോട്ടൺ ലൈനിന്റെ തുണി കൊണ്ട് ഉണ്ടാക്കിയ നല്ല നീളമുള്ള ഷോളാണ്. ഈ ഷോളിന്റെ അറ്റത്താണ് ഞാൻ ലേസ് പിടിപ്പിച്ച് കൊടുത്തത്. നല്ല നീളമുള്ള ഷോളാണെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബാക്കിൽ കൂടെ എടുത്ത് കഴുത്ത് വഴി ഫ്രണ്ടിൽ കൂടെ ഇടാം. അല്ല, ഫ്രണ്ടിൽ കൂടെ എടുത്ത് കഴുത്ത് വഴി ബാക്കിൽ കൂടെ ഇടാം. നീളമില്ലാത്ത ഷോളാണെങ്കിൽ തോർത്തുമുണ്ട് പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഷോളിന് നീളം കൂട്ടിയെടുക്കുന്നത്. എന്റെ ഈ കുയിലിന്റെ തോല് പോലത്തെ ചെടിയിൽ ഒരു ബ്രാഞ്ച് കൂടെ വന്നിട്ടുണ്ട്. നല്ല ഹരിതാപയും പച്ചപ്പും നിറഞ്ഞിരുന്ന എന്റെ മടിച്ചുകളുടെ പുൽത്തകിടി ഉണ്ടല്ലോ, ഈ കലാപഭൂമി പോലെ ആക്കിയിട്ടിരിക്കുന്നതിന്റെ ഉത്തരവാദിയാണ് ഇതാ ഇരിക്കുന്ന ആള്. മുതലാളി ഈ നിഷ്കളങ്കതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ആ മുഖത്തോട്ട് നോക്കി ശിക്ഷിക്കാനേ തോന്നത്തില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.